ശരിക്കും എല്ലാവർക്കും പ്രചോദനമാണ്, വെളിച്ചമാണ്, തെളിച്ചമാണ്. കാരണം ഈ പരിമിതമായ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറം ഈ ജീവിതത്തിൽ വേറെ ഒരാൾ. സ്പോർട്സ് പ്രതിനിധികളെ, സ്പോർട്സിൽ വിജയിക്കുന്നവരെ, ഈ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തി വിജയിക്കുന്നവരെ ജനുവരി 1-ാം തീയതി ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ മുഹമ്മദ് സുഹൈലിനെ ഈ അവസരത്തിൽ വാക്കേഴ്സ് ക്ലബ്ബ് 1-ാം തീയതി ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഞാൻ ഔപചാരികമായിട്ട് ക്ഷണിക്കുകയാണ്. സത്യത്തിൽ ഈ വേദി നന്മ മരങ്ങളുടെ ഒരു വേദിയാണ്. ഷെരീഫ് ജി ഉണ്ട്, മാത്യു സാറുണ്ട്, അതുപോലെ തന്നെ മനോജ് പൂർത്തി അവറുകൾ, പിന്നെ നമ്മുടെ തൊമ്മൻ സാറ്. നമ്മൾ ആലോചിക്കുന്ന ഒരുപാട് പ്രസക്തിയുണ്ട്. എനിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയപ്പം അതെനിക്കിങ്ങോട്ട് വന്നു, എനിക്കപ്പോൾ സന്തോഷമായി. പക്ഷെ അത് കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച വിക്ടോറിയ കോളേജിൽ എന്നെ വിളിച്ച് ആദരിച്ചപ്പോഴാണ് എനിക്ക് അതിനെക്കാട്ടിലും സന്തോഷമായി. എന്റെ നാട്ടിലേക്ക് അതൊരു എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കിട്ടിയാലും നാട്ടിൽ നിന്ന് ആദരിക്കപ്പെടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. കാരണം മുല്ലപ്പൂവും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ HC ബ്രദേഴ്സും ഈ കൂട്ടായ്മ അത് ചെയ്തു എന്നും തീർച്ചയായിട്ടും അവർക്ക് ഇനി ഉന്നതികളിലേക്ക് എത്താനുള്ള അവസരമാണ്. ആവട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസയുണ്ട്. നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ നാടിന് വേണ്ടി, നമ്മുടെ ഈ തട്ടകത്തിന് വേണ്ടി എല്ലാം നമ്മൾ ഇനി ഒരുപാട് ഭാവിയിൽ വളർന്ന് വലിയ രീതിയിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചേരേണ്ട സുഹൈലിനെ നമ്മളുടെ ഈ ചെറിയ വേദിയിൽ വെച്ച് നമുക്കിന്ന് സന്തോഷപൂർവ്വം, ആഹ്ലാദപൂർവ്വം, നമുക്ക് അഭിമാനപൂർവ്വം നമുക്ക് ആദരിക്കാം. സുഹൈലിനെ ക്ഷണിച്ചോളൂ. പൊന്നാട അണിയിക്കാൻ നമ്മുടെ FC ബ്രദേഴ്സ്. ഫോട്ടോ എടുക്കാം. കുമാർ PKK കബഡി ക്ലബ് നമ്മുടെ അടുത്ത് എന്തായാലും ഞങ്ങൾ 3 പേരും കൂടി ഒന്നുകൂടാ അല്ലേ? അടുത്തതായി നമ്മുടെ നന്മയുടെ മൂർത്തി സാറും നമ്മുടെ തൊമ്മൻ സാറ്, പ്രശാന്ത് എന്നിവരോടുകൂടി, സതീഷ് സാർ എന്നിവരോടുകൂടി ഒരു ഷാൾ അണിയിക്കുകയാണ്. കൈയടിക്കൂ. രമേഷ് സാർ, രമേശേട്ട ഒരു ഷാൾ അണിയിക്കാൻ വേണ്ടി സുഹൈലിന്. അടുത്തതായി ഇവിടെ വേറൊരു ആദരവ് കൂടിയുണ്ട്. നമ്മുടെ സ്വന്തം ബാബു സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൈൽ ഭായ് അവിടെ നിന്നു. സുഹൈൽ ഭായ്. FC ബ്രദേഴ്സിന്റെ ആദരവ് നമ്മുടെ 2025 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച ശ്രീ ബാബു അവർക്ക് FC ബ്രദേഴ്സിന്റെ ആദരവ്.
അടുത്തതായി ഓക്കെ രാജേഷ് ബാബുവിന് രാജേഷ് നമ്മുടെ ബാബുവിന് ആദരവ് അർപ്പിക്കുന്നു. അതുപോലെ രാജേഷ് സുഹൈലിനും സുഹൈലിനും ആദരവ് അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ താരം ശ്രീ സുഹൈലിന് ട്രോഫി FC ബ്രദേഴ്സിന്റെ ട്രോഫി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സതീഷ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ബാബുവിനെ ആദരവർപ്പിക്കുവാൻ അല്ലെങ്കിൽ മെമന്റോ കൊടുത്ത് ആദരവർപ്പിക്കുവാൻ നമ്മുടെ സ്വന്തം തൊമ്മനെ ക്ഷണിച്ചോളൂ. അടുത്തത് ആദരവ് ഒരു മറുപടി പ്രസംഗത്തിനായിട്ട് സുഹൈലിനെ രണ്ടു വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. നന്ദി പറഞ്ഞാൽ മതി. എല്ലാവർക്കും നന്ദി. ഇവിടെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ സ്വന്തം ബാബു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യജനങ്ങൾക്കും നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മെഡല് ഓഗസ്റ്റ് റേഞ്ചിൻ്റെ അനൗൺസ്മെൻറ്റും നവംബർ 1 മാത്രമേ നമുക്ക് കൈ കിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് വാങ്ങിക്കേണ്ടതാണ്. അതിന് മുന്നോടിയായിട്ട് സ്വന്തം നാട്ടിൽ ഇതുപോലുള്ള ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് കിട്ടിയത് വളരെ കാര്യമായിട്ടുണ്ട്. ഇന്ന് പ്രവർത്തിച്ച ടീംക്ക് അതിൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാർ ബ്രദേഴ്സിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടെ എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു. ഓക്കെ ഇത് നമ്മുടെ വ്യാപാര വ്യവസായ ഏകോപന സമിതി റെയിൽവേ കോളനി യൂണിറ്റിന്റെ നമ്മുടെ മുതിർന്ന അംഗം മാത്യു സാർ. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും സഭയിലെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ചെറിയ അഡ്വൈസ് മാത്രമേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ പഠിത്തത്തിൽ എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു സെറ്റിലാവേണ്ട സമയത്ത് അത് വളരെ ഉപകാരപ്പെടും. ആ കാര്യത്തിലും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നൊരു അഡ്വൈസ് മാത്രമുണ്ട്. വീണ്ടും നല്ല അടുത്തത് നമ്മുടെ നന്മ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ടൈമായി നിൽക്കണം, മോഹൻ കണ്ട അറിയുന്നുണ്ട്. എങ്കിലും ഈ സ്വാഗതം പറഞ്ഞ തായർ പറഞ്ഞ മാതിരി റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. വളരെയധികം കഷ്ടപ്പെട്ടാണ് സുഹൈൽ ഈ നിലയിലെത്തിയിട്ടുള്ളത്. എല്ലാവരും ഹൈസ്കൂളിങ് ചെയ്യുമ്പോൾ ആളും സുജാതിൻ്റെ ഒപ്പം, സുജാത എന്ന കോച്ച് സുജാതിൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആൾക്ക് എത്താൻ പറ്റിയില്ല. അച്ചു തിരിച്ചു വരേണ്ടി വന്നു പാതി വഴി. അത് കഴിഞ്ഞ് ഗ്ലാസ് ടോപ്പ് FC ചേർന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, ലൈറ്റ്നിങ് സ്പീഡിലായിരുന്നു എലിവേഷൻ. അത് കഴിഞ്ഞ് പഞ്ചാബ് സിക്ക് വേണ്ടി ISL കളിച്ചു, Under-23 കളിച്ചു. നമ്മൾ TV യിൽ കണ്ടു. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇവിടെ എത്തുമ്പോഴേക്കും ഇന്ത്യൻ മെയിൻ ടീമിൽ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് നമ്മുടെ ഫുട്ബോൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സുഹൈൽ ഈ നാടിനല്ല ഈ പറഞ്ഞ മാതിരി 140 കോടി ജനങ്ങൾക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഈ മൊബൈൽ കൊണ്ടിരിക്കുന്നവർ സുഹൈലിനെ കണ്ട് പഠിക്കുക. സുഹൈൽ ഏട്ടനാണ് സുലൈമാൻ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഇനി ഇടയ്ക്കിടയ്ക്ക് TV യിൽ കാണാൻ പറ്റട്ടെ, നാട്ടിലും. അതുപോലെ തന്നെ നമ്മുടെ സഹോദരൂരിലാണ്, വളരെ അടുത്ത സുഹൃത്താണ് ബാബു രാമകൃഷ്ണൻ. മെറിറ്റോറിയസ് സർവീസ് മെഡൽ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ട് ബാഡ്ജ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അത് സർവീസ് കിട്ടിയിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ബാബു രാമകൃഷ്ണൻ ബാബു ഏട്ടന് ഈ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഷെരീഫ് യൂത്ത് വിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും രാവിലെ എല്ലാവരും പറഞ്ഞ മാതിരി എല്ലാവർക്കും ജോലിക്ക് പോകാനും മറ്റു തിരക്കുമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ബാബുവേട്ടന് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മെഡൽ കിട്ടിയ കാര്യം തന്നെ അറിയുന്നത്. അല്ലെങ്കിൽ ഒരു പൊന്നാടിയും കൂടി നമ്മുടെ കരുതിയിട്ടുണ്ടാവും. സോറി. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ സുഹൈലിനെ എത്ര അഭിനന്ദിച്ചാലും നമ്മൾക്ക് മതി വരില്ല. കാരണം ഈ സ്റ്റാർ ബ്രദേഴ്സിനാണ് ഫസ്റ്റ് നന്ദി പറയേണ്ടത്. ഈ ഒരു ചുരുങ്ങിയ ടൈമിനുള്ളിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നാളെ അവൻ തിരിച്ചു പോവുകയാണ്. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് ഇന്ന് എനിക്ക് പ്രോഗ്രാം വെച്ചത്. അപ്പൊ അത്രയും പെട്ടെന്ന് തന്നെ
ആ ഒരു പ്രോഗ്രാം വെച്ച് അവനക്കൊരു അനുമോദനം നടത്തുന്ന സ്റ്റാർ ബ്രദേഴ്സിന് വളരെ അഭിനന്ദനം അറിയിക്കുന്നു. അതുമാതിരി സുഹൈൽ അണ്ടർ-23 കളിച്ചിട്ട് ഈ കളി അതിന്റെ അനുമോദനം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇന്ത്യൻ ടീമിൽ കയറുന്ന ഒരു ചെറിയ കാര്യമൊന്നുമില്ല, വലിയൊരു കാര്യമാണ്. അത് ഇങ്ങനെ ഒരു ചെറിയൊരു വേദിയിൽ വെച്ചിട്ട് നമുക്ക് കൊടുത്തുന്നുണ്ടെങ്കിലും വലിയ വലിയ വിശിഷ്ട അതിഥികളാണ് ഇവനക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അയൽവാസി തന്നെയാണ് നമ്മൾ. അപ്പോൾ നാടിനും എന്താ പറയാ, നമ്മളെ എസ്റ്റേറ്റ് അതുമാതിരി പാലക്കാട്, കേരളം, ഇന്ത്യക്ക് തന്നെ അഭിമാനമായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതിന് 1000 ആശംസകൾ അറിയിച്ചു. ഇനിയും ഇതുപോലെയുള്ള മറ്റേ മനോജ് സാർ പറഞ്ഞ മാതിരി ഇനിയും വലിയ വലിയ വേദികളിൽ എത്തിച്ചേരാനും വലിയ വലിയ കണ്ടന്റ് ചെയ്യാനും കഴിയട്ടെ. കളിന്റെ മഹിമ കൊണ്ട് മാത്രമാണ് അവൻ ഇത്രത്തോളം എത്തിയിരിക്കുന്നത്. അതിലെല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണ്. വളരെയധികം സന്തോഷം. ഇന്നിവിടെ നല്ല വലിയ രീതിയിൽ കാര്യം നാടിന്റെ ആദരവ് തൊമ്മനും സതീഷ് സാറൊക്കെ എടുത്തു പറഞ്ഞു. എത്ര വലിയ റിവാർഡ് കിട്ടിയാലും നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള ഒരു ചെറിയ കോംപ്ലിമെന്റ് നമ്മളെ വല്ലാതെ രീതിയിൽ പ്രചോദനം നമുക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചെയ്ത ഇങ്ങനൊരു വേദി ഒരുക്കിയ FC ബ്രദേഴ്സിന് തന്നെയാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. വളരെയധികം സന്തോഷം. എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മുടെ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ 11 വർഷക്കാലമായി നന്മയുടെ നേതൃത്വത്തിൽ, ഈ നന്മ എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് പെട്ടെന്ന് ആരും കൂട്ടരുത്, നിങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരുമാണ് നന്മ. അപ്പോൾ നമ്മുടെ നേതൃത്വത്തില് ഈ സമൂഹത്തിൽ ഈ 2 പഞ്ചായത്ത് അടങ്ങുന്ന താണാവ് മുതൽ ഡോഡി വരെയുള്ള ഭാഗം ഒരു ജനകീയ മുന്നേറ്റത്തോടു കൂടി, ഇത് കേൾക്കണം, ജനകീയ മുന്നേറ്റം, ഇതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മൾ ഈ നാടിന് വലിയൊരു സന്ദേശം എല്ലാ വർഷവും എത്തിക്കുന്നുണ്ട്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തില് ഈ നാടിലൊരു വൻ ശുചീകരണ ബോധവൽക്കരണ യജ്ഞം നടത്തിക്കൊണ്ടാണ്. അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അന്ന് നമ്മൾ ആ നിരത്തിലിറങ്ങി നിൽക്കുന്നത് കാണുന്ന ഓരോ മനുഷ്യന്മാരുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള മാലിന്യം നീങ്ങിപ്പോകണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണത് നമ്മൾ അന്ന് ഇറങ്ങുന്നത്. അത് നമ്മുടെ പരിപാടിയാണ്. അതിന് ഒരു വേറെ 11 കൊല്ലമായിട്ട് എല്ലാവരുടെ അറിവിലേക്കായി പറയാണ്, കേരളത്തില് ഇങ്ങനെ ഒരു സംഭവം 11 കൊല്ലം തുടർച്ചയായി നടക്കുന്നത് അത്ഭുതം തന്നെയാണ്. കാര്യം 36ഓളം സംഘടനകള് ഒന്നിച്ച് ഒരു ഈഗോ ഇല്ലാതെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അന്ന് നിരത്തിലിറങ്ങി ഇങ്ങനെ ഒരു മഹാ പുണ്യപ്രവൃത്തി നടത്തുന്നത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ക്ഷണിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും തന്നെ അവിടെ അന്നത്തെ ദിവസം അന്ന് പൂജവെപ്പിന്റെ കാര്യമായതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 8 മണിക്ക് വെക്കുന്ന ഇത് നമ്മൾ 10 മണിക്കാണ് വെച്ചിരിക്കുന്നത്. തൊമ്മനാണ് അതിന്റെ ചെയർമാൻ. ഈ പ്രോഗ്രാമിന്റെ എന്നെ കൺവീനറായിട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും പൊതുപരിപാടിയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിപാടി ഒരു വൻ വിജയമാക്കി തരണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ്. ഇതിലേക്ക് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ ഹക്കീം സാദിഖ് നമസ്കാരം. സ്റ്റാർ പ്രദേശ് FC രണ്ടാമത്തെ സ്വീകരണമാണ് സുഹൈലിന് കൊടുക്കുന്നത്. സുഹൈൽ ഞങ്ങൾ അനിയനായതുകൊണ്ട് വന്നിട്ട് അഭിമാനമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി വന്ന അബൂതായർ മെമ്പർ, മനോജ് മൂർത്തി, സതീഷ് സാറ്, തൊമ്മൻ സാറ്, സ്റ്റാർ പ്രദേശ് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നത്. അതുമാത്രം തൊമ്മൻ സാർ ഞങ്ങളിവിടെ കളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ടർഫ് കളിക്കാനുള്ള അവസരം തന്ന വളരെ നന്നായിരിക്കും. പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ സിവിബിളല്ലോ ഞങ്ങളുടെ. അപ്പോൾ സുഹൈലിനെ ഒന്നും കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പരിപാടി അവസാനിപ്പിച്ച് അറിയിക്കും. എന്തായാലും തീർച്ചയായിട്ടും തൊമ്മൻ പരിഗണിക്കും.